അവിടെയാണ് വൃക്ഷരാജനായ ആല് ഒരു ശിശുവിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സന്തോഷം മർമ്മരങ്ങളിൽ കൂടും. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ ദേവതാ വിജ്ഞാനം ചെറുപ്പത്തിൽ പഠിക്കണം. പ്രായമായിട്ട് പഠിച്ചാലും വലിയ ശരിക്കങ്ങ് സമ്മതിക്കാൻ പറ്റില്ല. ഒക്കെ ശരിയായിരിക്കും, മനസ്സിലായില്ല. എന്നാലും അതിനൊരു ശാസ്ത്രീയ തെളിവില്ലല്ലോ എന്നേ തോന്നുന്നു. ചെറുപ്പത്തിൽ ഉറയ്ക്കുന്ന സാധനത്തിന് ശാസ്ത്രീയ തെളിവ് വേണ്ട, അനുഭവമാണ്. അച്ഛൻ്റെ കൈപിടിച്ച് അല്ലെങ്കിൽ അമ്മയുടെ കൈപിടിച്ച് ആലിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വേഗതയിൽ ഇതര വൃക്ഷങ്ങളിൽ കാണാത്ത വിധം ആലിൻ്റെ ഇലയുടെ മർമ്മരം കൂടുമ്പോൾ അവൻ തിരിച്ചറിയും തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അവൻ അവൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിക്കും. കണ്ടില്ലേ മോനെ, അത് നിന്നെ കണ്ടിട്ട് സന്തോഷിക്കുന്നതാണ്. ആല് നിന്റെ ആഗമനത്തിൽ സന്തോഷിച്ചിരിക്കുന്നു. ആവോളം അംബരപീയൂഷം, അങ്ങനെയാണ് അതിന് പറയുക പഴയ ആളുകൾ. പിത്വാ അംബരപീയൂഷം. ഇതൊക്കെ ഒരു സ്വാപ്നിക ഭാഷയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് വല്ല പ്രയോജനവും കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയായി തോന്നും ഒരു വട്ടനിരുന്ന് വട്ട് പറയുന്നു. എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഈ കിറുക്ക എൻ്റെ സന്തോഷം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ കിറുക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അംബരപീയൂഷത്തെ പാനം ചെയ്തിട്ട്, അതൊക്കെയാണ് ഈ ആല് മുറിക്കാൻ പോകുമ്പോഴും മരം മുറിക്കാൻ പോകുമ്പോഴും ഒക്കെ അവൻ്റെ ഹൃദയത്തെ തടയുന്നത്. അവിടെ ആ ഓക്സിജൻ ക്രമപ്പെടുത്തി കൊടുക്കുമ്പോൾ ചെവി കേൾക്കും. അവിടെയാണ് ഇന്നടത്ത് പോയി തൊഴുതപ്പോ ചെവി കേട്ടു. കേട്ടിട്ടുണ്ടോന്നറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഇതാണ്, എൻ്റെ കഥകളൊക്കെ ഇതാണ്. അതുകൊണ്ട് അശ്വത്ഥം, പവിത്രകം, മംഗളം, ചലപത്രം, ബോധി, ജ്ഞാനമുണ്ടാക്കുന്നത്. ശ്യാമള ഗജാസനം, കേശവാവാസം, ഇതൊക്കെ പര്യായങ്ങളാണ്.